വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുന്നു. ചത്തത് രാധയെ കൊന്ന കടുവയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. ഏകദേശം 7 വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് ചത്തത്. പുലർച്ചെ 2:30 കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്ന് CCF KS ദീപ പറഞ്ഞു. അതേസമയം പഞ്ചാരക്കൊല്ലിയിലെ കർഫ്യൂ പിൻവലിച്ചു. വിവരങ്ങളുമായി അർജുൻ PS ഒപ്പം ചേരും. അർജുൻ, എന്താണ് പുതിയ വിവരങ്ങൾ? പോസ്റ്റ്മോർട്ടം നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? വിശദമായ പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക എന്ന് നേരത്തെ ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞിരുന്നുവല്ലോ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വിശദമായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടപടിയാണ് ഇവിടെ നടക്കുക. പ്രത്യേകിച്ച് അരുൺ സക്രിയൊക്കെ ഇവിടെയുണ്ട്. അത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ബൈറ്റ് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. CCF ഉണ്ട്. ഇവരെല്ലാവരും ഇത്തരത്തിൽ ബൈറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവർ നമ്മളോട് ബ്രീഫ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ആഴത്തിലുള്ള മുറിവുകളാണ് കടുവയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആഴത്തേറിയ മുറിവാണോ മരണകാരണം എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല മറ്റു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ആന്തരിക അവയവങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ വിഷയങ്ങളുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് ചിലപ്പോൾ കുറച്ചുനാൾ കാത്തിരിക്കേണ്ടി വരും. അത്തരത്തിലുള്ള പരിശോധനയൊക്കെ നടത്തേണ്ടതായിട്ട് വരും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. മാത്രമല്ല അല്പസമയത്തിനകം തന്നെ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ പാടെ തന്നെ നമ്മളോട് സംസാരിക്കുമെന്ന് CCF അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെയും വലിയ ഒരു ആശ്വാസത്തിലാണ് ജനങ്ങളെല്ലാം ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കുപ്പാടിയിലാണ്. കുപ്പാടിയിലെ RRT ക്യാമ്പിലാണ്. ഇവിടെയാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. സ്വാഭാവികമായും വലിയ ആശ്വാസം ജനങ്ങൾക്കിടയിലുണ്ട്. ഇത്തരത്തിൽ ഒരു കടുവയെ ഈ ചത്ത നിലയിൽ എങ്കിൽ കണ്ടെത്തി കിട്ടിയത് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. 4 ദിവസമായി ഈ പ്രദേശത്ത് വലിയ ഭീതിയിലാണ് ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, പ്രദേശവാസികൾ ഉണ്ടായിരുന്നത്. ഫോറസ്റ്റിന്റെ വിവിധ വകുപ്പുകൾ ഈ സ്ഥലത്തെത്തുകയും തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ തുടരുകയും ചെയ്തിരുന്നു. RRT സംഘങ്ങളടക്കം ഇറങ്ങിക്കൊണ്ട് പ്രദേശത്ത് കൃത്യമായ തെരച്ചിൽ ആരംഭിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ രാധയെ പിടിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ ഒരു നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഒരു RRT അംഗത്തിന് കൂടി ഇത്തരത്തിൽ കടുവയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നത്. ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. വലത് കൈക്കാണ് അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പരിക്ക് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടെന്ന് അറിയുമ്പോൾ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുക സ്വാഭാവികമാണ്. ആ രീതിയിലുള്ള പ്രതിഷേധം വീണ്ടും തുടരുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്നവർ സ്ഥലത്തെത്തി ഈ യോഗമൊക്കെ ചേർന്നത്. ADM അടക്കമുള്ളവർ എത്തി യോഗം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യോഗം ചേർന്നുകൊണ്ട് കൃത്യമായി തന്നെ ഈ കടുവയെ പിടികൂടുമെന്നുള്ള ഒരു ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് പിന്നീട് കടുവയെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഒരു ഉത്തരവ് ഉണ്ടായത്. തുടർന്ന് ഈ വനമന്ത്രി ഈ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അരങ്ങേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ഇവരെയൊക്കെ ഈ വലിച്ചഴച്ച് മാറ്റുന്ന ഈ പ്രദേശവാസികളെയൊക്കെ വലിച്ചിഴച്ച് മാറ്റുന്നു. സ്വാഭാവികമായും അത്തരത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. തുടർന്ന് കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നരഭോജിയായി പ്രഖ്യാപിച്ച ശേഷം ആ സ്ഥലത്ത് കർഫ്യൂ പ്രഖ്യാപിക്കുന്നു. അതായത് ഇന്ന് രാവിലെ മുതലാണ് കർഫ്യൂ ആരംഭിച്ചത്. 6 മണി മുതൽ ആരംഭിച്ച കർഫ്യൂ തുടർന്നാണ് ഈ കർഫ്യൂ ആരംഭിച്ചത് മുതൽ വലിയ രീതിയിൽ പരിശോധന വീണ്ടും ഈ പ്രദേശത്തൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് പിലാക്കാവ് ഭാഗത്താണ് ഇത്തരത്തിൽ കടുവയുടെ ജനം കണ്ടെത്തിയത്. അതിനുശേഷം ഇപ്പോൾ കർഫ്യൂ പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കടുവയുടെ ഈ മുറിവ് ഏത് തരത്തിലാണെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇത്തരത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് മറ്റൊരു കടുവയുമായി മറ്റൊരു കടുവ ആക്രമിച്ചിട്ടുണ്ടാകാം. അത്തരത്തിലുള്ള അടിപിടിയിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു മുറിവുകൾ ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ മുറിവാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഴമേറിയ മുറിവാണോ ഇതിന് കാരണം അല്ലെങ്കിൽ മരണത്തിന് കാരണം എന്നത് കൃത്യമായിട്ട് അറിയില്ല. കടുവ ചത്തതിന് കാരണം ആണോ എന്നുള്ളത് കൂടുതലായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാ തന്നെയും ഈ ഇത്തരത്തിലുള്ള ഒരു പരിശോധന വളരെയധികം ആവശ്യമാണ്. ഈ പഴക്കമുണ്ട്, ഈ മുറിവിന് പഴക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥലത്ത് ഇപ്പോഴും ഒരു പരിശോധന നടക്കുന്നുണ്ട്. സ്വാഭാവിക പരിശോധനയാണ്. അതായത് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് തീർച്ചപ്പെടുത്തിയതിന് ശേഷം മാത്രമായിരിക്കും വനപാലകർ ആ പ്രദേശത്ത് നിന്നും മാറുക. അല്പസമയത്തിനകം തന്നെ വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. വനം വകുപ്പ് ഓഫീസിലാണ് ഇത്തരത്തിലുള്ള മീറ്റിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാനന്തവാടിയിലാണ്. അവിടെയാണ് നമ്മുടെ പ്രതിനിധി മിഥുൻ അടക്കമുള്ളത്. സ്വാഭാവികമായും ഏകദേശം 2 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ മീറ്റിംഗ് ഉണ്ടാകും
അദ്ദേഹം ഈ മീറ്റിംഗിന് ശേഷം മാധ്യമങ്ങളെ കാണും, ഒരു അവലോകന യോഗം, അതിനുശേഷം ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനാൽ തന്നെയും ഇത്തരത്തിൽ കടുവയെ പിടിച്ചതിൽ വലിയ ഒരു സന്തോഷമൊക്കെ ജനങ്ങൾ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ വനപാലകർ പോകുമ്പോൾ അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വലിയ സന്തോഷത്തിലാണ് നാട്ടുകാർ ഉണ്ടായിരുന്നത്. പക്ഷേ ജാഗ്രത ഇനിയും പാലിക്കേണ്ടതുണ്ട്, കൃത്യമായി തന്നെ ജാഗ്രത പാലിക്കണം. വനംവകുപ്പ് പറഞ്ഞതുപോലെ തന്നെ പ്രദേശങ്ങളിലെല്ലാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടുകാർക്ക് പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യമെന്ന് പറയുന്നത് ശാശ്വത പരിഹാരമാണ്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഉള്ള പ്രതിരോധം അല്ല വേണ്ടത്, അതിന് മുൻപ് തന്നെ ഈ ഒരു മൃഗങ്ങളൊക്കെ വയനാട്ടിന്റെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ളത് ശ്രമിക്കുക, കരിങ്കൽ ഭിത്തികൾ നിർമ്മിക്കുക, ഫെൻസിംഗ് രീതികൾ അവലംബിക്കുക, റീൽ ഫെൻസിംഗ് രീതികൾ അവലംബിക്കുക. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിരവധി തവണ വയനാട്ടുകാർ ഓരോ തവണയും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ വിഷയങ്ങളെല്ലാം ഓരോ വർഷവും ഉയർത്തിക്കൊണ്ടുവരുന്നു. ഓരോ വർഷവും വയനാട്ടുകാർക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ആദികളാണ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു പ്രതിവിധിയും ഉണ്ടാകുന്നില്ല, യാതൊരു വിധത്തിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഏറെ ഉള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. സ്വാഭാവികമായും കർഷകരുള്ള സ്ഥലമാണ്. ഒരുപാട് ആളുകൾ കടുവ